ഹലോ എവരി വൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ 2026 ജനുവരി സെക്ഷനിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ ഈ ഒരു 2026 ജനുവരി സെക്ഷൻ്റെ അഡ്മിഷൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെ ആയിട്ടുണ്ട്. ഇപ്പോഴും അഡ്മിഷൻ നടക്കുന്നുണ്ട്. ഇനിയും ഏതെങ്കിലും സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇഗ്നോയിൽ ഫ്രഷ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് അഡ്മിഷൻ എടുത്ത് എത്ര നാൾ കഴിഞ്ഞാണ് കൺഫർമേഷൻ കിട്ടുന്നത്, എങ്ങനെ ID കാർഡ് കിട്ടും, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എവിടെ നിന്ന് കിട്ടും, ക്ലാസ്സസ് എവിടെ നിന്നാണ് ലഭിക്കുക, ഇങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, വിദേശത്ത് ജോലി ചെയ്തുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് ആ ഒരു പ്രോഗ്രാം കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള സംശയങ്ങളും ഉണ്ടാവും. സോ ഈ ഒരു ഡൗട്ട്സുകളെല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പോയിന്റ്സുകൾ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. നിങ്ങൾ ഈ കാണുന്നത് ഇഗ്നോയുടെ അഡ്മിഷൻ പോർട്ടലാണ്, ഓഡിയൽ പ്രോഗ്രാംസിൻ്റെ അഡ്മിഷൻ പോർട്ടലാണ്. ഇതുപോലെ തന്നെ ഓൺലൈൻ പ്രോഗ്രാംസിനായിട്ടും സെപ്പറേറ്റ് ഒരു അഡ്മിഷൻ പോർട്ടലുണ്ട്. അപ്പോൾ ഈ ഒരു പോർട്ടൽ വഴിയായിരിക്കും നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അഡ്മിഷൻ എടുത്ത ടൈമിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും, ഫീസൊക്കെ അടച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ കൺഫേം ആവുന്നത്. എന്താണ് ഈ ഒരു കൺഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ്സും ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നെല്ലാം യൂണിവേഴ്സിറ്റി ചെക്ക് ചെയ്യും. എല്ലാം ഓക്കെ ആണെങ്കിലായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആവുന്നത്. കൺഫേം ആയാലും മാത്രമേ ഒഫീഷ്യലി നിങ്ങൾ ഇഗ്നോയിലെ ഒരു വിദ്യാർത്ഥിയായി മാറുകയുള്ളൂ കേട്ടോ. അപ്പോൾ എത്ര നാൾ ടൈം എടുക്കും ഈ ഒരു കൺഫർമേഷൻ കിട്ടാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സ്റ്റുഡൻസിന് ഇപ്പോൾ ഇന്നാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് തന്നെ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ചില കുട്ടികൾക്ക് കൺഫർമേഷൻ മെസ്സേജ് വരാറുണ്ട്, അഡ്മിഷൻ കൺഫേം ആവാറുണ്ട്. പക്ഷേ ചില സ്റ്റുഡൻസിന് ഇതിൽ ടൈം വ്യത്യാസം വരാറുണ്ട്. ചിലർക്ക് 1 മുതൽ 3 മാസം വരെ ടൈം എടുക്കാറുണ്ട് കേട്ടോ അഡ്മിഷൻ കൺഫേം ആവാനായിട്ട്. അപ്പോൾ അത്രയും ഡിലേ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസിൽ എറർ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിൽ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടോ ഒന്നും അല്ല ഡിലേ വരുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ആവുന്നതനുസരിച്ച് അത്രത്തോളം ആപ്ലിക്കേഷൻസ് യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ അവർ തിരക്കാവുന്നതനുസരിച്ച് നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടാൻ ചിലപ്പോൾ ഡിലേ വന്നേക്കാം. അപ്പോൾ കൺഫർമേഷൻ വരാനായിട്ട് ഡിലേ വന്നു എന്ന് കരുതി ആരും പെട്ടെന്ന് പോയി അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാതിരിക്കുക. കുറഞ്ഞത് ഒരു ഏപ്രിൽ വരെയെങ്കിലും വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്താണെങ്കിലും പെൻഡിംഗ് ഉള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ചെക്ക് ചെയ്ത് ഒരു ഏപ്രിൽ പകുതിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് കൺഫർമേഷൻ മെസ്സേജ് വരുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു കൺഫേം ആയി എന്ന് അറിയാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അഡ്മിഷൻ എടുത്ത ടൈമിൽ നിങ്ങളുടെ ഒഫീഷ്യൽ മെയിൽ ID കൊടുത്തിട്ടുണ്ടാവും അല്ലേ, രജിസ്റ്റേർഡ് മെയിൽ. അതിലേക്കായിരിക്കും കൺഫർമേഷൻ മെയിൽ വരുന്നത് കേട്ടോ. ചില സ്റ്റുഡൻസിന് കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും വരാറുണ്ട്. എങ്കിൽ കൂടുതലും എല്ലാ ഡീറ്റെയിൽസും വരുന്നത് നിങ്ങളുടെ മെയിലിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് ഫീസ് ഒക്കെ അടച്ച് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എല്ലാ ദിവസവും മെയിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ചില കുട്ടികളുടെ മെയിലൊക്കെ ഫുള്ളായിരിക്കും, സ്റ്റോറേജ് ഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ന്യൂ മെയിൽസ് ഒക്കെ ചിലപ്പോൾ റിസീവ് ആയെന്ന് വരില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. കൺഫർമേഷൻ മെയിൽ വരുമ്പോൾ അതിലൊരു എൻറോൾമെന്റ് നമ്പർ ഉണ്ടാവും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സെൻറ്റർ ഏതാണ്, ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള സബ്ജക്റ്റ് ഏതാണ്, അങ്ങനെയുള്ള ഒരുപാട് വിവരങ്ങൾ കൺഫർമേഷൻ മെയിലിൽ ഉണ്ടാവും കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് കൺഫർമേഷൻ മെയിൽ വന്നിട്ടില്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ അഡ്മിഷൻ കൺഫേം ആയി എന്ന് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ പോർട്ടലിൽ വരിക, എന്നിട്ട് അഡ്മിഷൻ ടൈമിൽ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുക. ഇത് നമ്മൾ ത്രൂ അഡ്മിഷൻ എടുത്ത ഒരു സ്റ്റുഡന്റിന്റെ പ്രൊഫൈലാണ് ഈ കാണുന്നത് കേട്ടോ. നിങ്ങൾ ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ മൈ ആപ്ലിക്കേഷൻ്റെ അണ്ടറിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ പറ്റും. ഈ സ്റ്റുഡന്റിന്റെ അഡ്മിഷൻ നിലവിൽ ഇവിടെ കൺഫേം ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അഡ്മിഷൻ കൺഫേംഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഓൾസോ ഒരു ഗ്രീൻ കളറിൽ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയിട്ടില്ലെങ്കിൽ അവിടെ ഈ ഗ്രീൻ കളറിലുള്ള ഈ ഒരു ഓപ്ഷൻ കാണിക്കില്ല, ഫ്രഷ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫ്രഷ് അഡ്മിഷൻ എന്നായിരിക്കും കാണിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വെയിറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ ഏപ്രിൽ വരെയെങ്കിലും കുറഞ്ഞത് നിങ്ങൾ കൺഫേം ആയിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ട്, മീൻസ് ഡോക്യുമെന്റ്സ് ഒക്കെ ബ്ലർ ആണെങ്കിലും ഇവിടെ എഴുതി കാണിക്കും, ഇന്ന കാര്യങ്ങൾ തെറ്റാണ്, നിങ്ങളത് റീ അപ്ലോഡ് ചെയ്യണം, അങ്ങനെയുള്ള ഡിസ്ക്രബൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കുന്നതാണ്. സോ അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പ്രൊഫൈൽ ഒന്ന് നോക്കുക, അഡ്മിഷൻ കൺഫർമേഷൻ മെയിൽ വന്നില്ല എങ്കിൽ. ഇനി നമ്മൾ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് സ്റ്റുഡന്റ് പോർട്ടൽ രജിസ്ട്രേഷൻ. ഇഗ്നോ സ്റ്റുഡന്റ് ലോഗിൻ അല്ലെങ്കിൽ ഇഗ്നോ സ്റ്റുഡന്റ് പോർട്ടൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അഡ്മിഷൻ എടുത്ത ടൈമിൽ നിങ്ങളൊരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തൊരു വെബ്സൈറ്റിൽ കയറുന്നുണ്ടല്ലോ, അത് ആ ഒരു കൺഫർമേഷൻ കിട്ടിയതോടുകൂടി ആ ഒരു പ്രൊഫൈലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിന്റെ ആവശ്യം നമുക്ക് കഴിഞ്ഞു. അതായത് ഇന്ന് നിങ്ങൾക്ക് കൺഫർമേഷൻ മെയിൽ വരികയാണ്, ID കാർഡ് ഒക്കെ കിട്ടിയെങ്കിൽ വെരി നെക്സ്റ്റ് ഡേ ചിലപ്പോൾ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ഇൻവാലിഡ് ഡീറ്റെയിൽസ് എന്ന് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസും ഡേറ്റയൊക്കെ ഇവിടെ റെക്കോർഡ് ആവാനുള്ള ഒരു ടൈം എടുക്കും. സോ അഡ്മിഷൻ കൺഫർമേഷൻ കിട്ടി ഒരു 1-2 ആഴ്ച കഴിഞ്ഞ് ട്രൈ ചെയ്യുമ്പോൾ ഇവിടെ സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പല സ്റ്റുഡൻസും ഈ ഒരു പോർട്ടലിൽ വന്നിട്ട് അഡ്മിഷൻ ടൈമിൽ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ ഇൻകറക്റ്റ് പാസ്വേഡ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് യൂസർ നെയിം എന്ന് കാണിക്കും. അതൊരു മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പോർട്ടലിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റുഡന്റ് പോർട്ടലിൽ അഡ്മിഷന് ശേഷം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതെങ്കിൽ തൊട്ട് താഴെയുള്ള ന്യൂ രജിസ്ട്രേഷനിൽ വേണം ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. അതിനുശേഷം സെലക്ട് പ്രോഗ്രാമിന്റെ അണ്ടറിൽ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് ഏതാണ്
ഏതാണോ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, ID കാർഡിലുള്ള പേര് കൊടുക്കുക, എൻറോൾമെന്റ് നമ്പറൊക്കെ കൊടുക്കുക. ഈ എൻറോൾമെന്റ് നമ്പറും പ്രോഗ്രാം കോഡൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങളുടെ ID കാർഡിൽ നിന്ന് അത് ലഭിക്കുന്നതാണ്. നമ്മളിവിടെ പറഞ്ഞല്ലോ ഇവിടെ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ഗ്രീൻ കളറിൽ കൊടുക്കുമ്പോൾ ഇതൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഫയൽ ആയിരിക്കും കേട്ടോ ID കാർഡ്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ മുകളിൽ എഴുതിയിട്ടുണ്ടാവും, കൺഫർമേഷൻ മെയിലും എൻറോൾമെന്റ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പാസ്വേഡ് ആയിട്ട് എൻറോൾമെന്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ID കാർഡിന്റെ ഫയൽ ഓപ്പൺ ആയി കിട്ടുന്നതാണ്. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് കയ്യിൽ വയ്ക്കുക. ഈ ID കാർഡിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ പ്രോഗ്രാം കോഡൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ സ്റ്റുഡന്റിന്റെ പ്രോഗ്രാം കോഡ് BCom F എന്നാണ്. അതുപോലെ MBA HM ഉണ്ട്, MBA FM ഉണ്ട്, MEG ഉണ്ട്, MSO, ഇതൊക്കെ ഓരോ പ്രോഗ്രാമിന്റെ കോഡാണ്. അപ്പോൾ അത് റെഫർ ചെയ്യാനായിട്ട് ID കാർഡ് തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിലുള്ള വിവരങ്ങൾ കൊടുത്ത് വേണം സ്റ്റുഡന്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം തിരികെ ഈ ഒരു പോർട്ടലിൽ വന്നിട്ട് നിങ്ങൾ പുതുതായിട്ട് കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും വെച്ച് ഈ ഒരു സ്റ്റുഡന്റ് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റുഡന്റ് പോർട്ടൽ രജിസ്ട്രേഷനെ കുറിച്ച് കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി ഇഗ്നോയിൽ ഈ ഒരു സ്റ്റുഡൻ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം അല്ലേ, ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പഠിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ നോട്ടുകൾ വേണം അല്ലേ, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും എല്ലാ പ്രോഗ്രാംസിനും ടെക്സ്റ്റ് ബുക്കുകൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അഡ്മിഷൻ കൺഫർമേഷൻ കിട്ടി ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലേക്ക് ബൈ പോസ്റ്റ് ബുക്കുകൾ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ പോസ്റ്റ് ത്രൂ ഈ ബുക്കുകൾ വരുന്നതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഈ ബുക്കുകൾ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ മെസ്സേജ് ഉണ്ടല്ലോ, ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് വരുന്നതാണ്, മീൻസ് ഒരു ട്രാക്കിംഗ് നമ്പർ അടങ്ങി. ഓക്കെ, അപ്പോൾ ഇൻ കേസ് വന്നില്ലെങ്കിലും പോസ്റ്റ് ഓഫീസിൽ ടെക്സ്റ്റ് ബുക്കുകൾ വരുമ്പോൾ അവിടെ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ബുക്കുകൾ പോയി കളക്ട് ചെയ്യാവുന്നതാണ്. ഒരു 2-3 മാസം കുറഞ്ഞത് എടുക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്കുകൾ ലഭിക്കില്ല. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെ ബുക്ക് കൂടെ ഒരു പാഴ്സലിൽ വരില്ല. നിങ്ങളുടെ ആദ്യത്തെ പാഴ്സലിൽ ഒരു 3 സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു 2 സബ്ജക്റ്റിൻ്റെ ബുക്കുകളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് പാഴ്സൽ നിങ്ങളുടെ കയ്യിൽ റിസീവ് ചെയ്ത് 1-2 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ബാക്കിയുള്ള ബുക്കുകൾ ലഭിക്കുക. ഇനി സോഫ്റ്റ് കോപ്പി ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇഗ്നോയുടെ ഗ്യാൻ കോഷൻ ഉള്ള ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്കിന്റെ PDF ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇഗ്നോയിലെ BA ഇംഗ്ലീഷിലുള്ള ഒരു മെയിൻ സബ്ജക്റ്റ് ആണ് BEGC 101 എന്നുള്ള ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഗൂഗിളിൽ വന്നിട്ട് BEGC 101 ഇഗ്നോ ടെക്സ്റ്റ് ബുക്ക് PDF എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് വെബ്സൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റിലാണ് കയറേണ്ടത്. ഗ്യാൻ കോഷ് എന്നുള്ള ഇവിടെ ഒരു വെബ്സൈറ്റിൽ ഞാൻ സെർച്ച് ചെയ്ത സബ്ജക്റ്റിന്റെ കോഡ് വെച്ചുള്ള ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് എറർ ഒന്നും ഇല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ PDF കാണാൻ പറ്റും കേട്ടോ. ഇഗ്നോയിൽ കഴിഞ്ഞ വർഷമൊക്കെ പുതുതായിട്ട് കുറച്ച് സബ്ജക്റ്റുകൾ വന്നിട്ടുണ്ട്. അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി ലഭിക്കില്ല. പഴയ സബ്ജക്റ്റിന്റെ ബുക്സ് PDF ഒക്കെ ഇതുവഴി നിങ്ങൾക്ക് കാണാൻ പറ്റും, അക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇതുവഴി സോഫ്റ്റ് കോപ്പീസ് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു തുടങ്ങാവുന്നതാണ്. വളരെ വലിയ കണ്ടന്റാണ് ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ കൂടുതൽ പേരും ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ മറ്റൊരു കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരിക്കാം, അല്ലെങ്കിൽ ജോലിയൊക്കെയുള്ള ആൾക്കാരായിരിക്കാം അല്ലേ. അപ്പോൾ അവർക്ക് അത്രയും ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചെടുക്കാനുള്ള ടൈം ഇല്ലെങ്കിൽ റെഫറൻസ് ഗൈഡ് ബുക്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻഫോടെക്കിൽ നിന്ന്, അതായത് നമ്മളിൽ നിന്ന് ഇഗ്നോയുടെ റെഫറൻസ് ഗൈഡ് ബുക്കുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഗൈഡ് ബുക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂൾ ടൈമിൽ ലേബർ ഇന്ത്യ പോലുള്ള സ്റ്റഡി ബുക്കുകൾ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിലുള്ള ഒരു ബുക്കുകളാണ് ഈ റെഫറൻസ് ഗൈഡ് ബുക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗൈഡ് ബുക്കിൽ നിങ്ങളുടെ ചാപ്റ്റർ വൈസ് നോട്ട്സുകൾ ഉണ്ടാവും. ഓരോ ചാപ്റ്ററിന്റെയും ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഈ ഒരു ഗൈഡ് ബുക്കിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഈ ഒരു ബുക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ബുക്കിൽ ഉണ്ടാവും. അപ്പോൾ ഗൈഡ് ബുക്കുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് കോഡ് കൂടെ ഷെയർ ചെയ്യുക. ബുക്കിനാണ് മെസ്സേജ് അയച്ചതെന്നൂടെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബുക്സിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് അറിയിക്കുന്നതാണ്. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം പല സ്റ്റുഡൻസിനും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സുകളൊക്കെ മിസ്സാവാറുണ്ട്. അപ്പോൾ ചില സ്റ്റുഡൻസ് എങ്കിലും കരുതുന്നത് ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ഇങ്ങോട്ട്, അതായത് ഇഗ്നോയിൽ നിന്ന് ഇങ്ങോട്ട് എല്ലാ നോട്ടിഫിക്കേഷൻസും അറിയിക്കുമെന്നാണ്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ്. ഇതൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കുട്ടികളുമായിട്ട്, സ്റ്റുഡൻസുമായിട്ട് ഒരു ഡയറക്റ്റ് ഒരു കണക്ഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് തന്നെയാണ് ഇഗ്നോയുടെ വെബ്സൈറ്റ് ഒക്കെ വഴി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എക്സാം രജിസ്ട്രേഷൻ ഒക്കെ എന്ന് തുടങ്ങും, അസൈൻമെന്റ് ഒക്കെ എന്ന് സബ്മിറ്റ് ചെയ്യണം, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണം, ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇഗ്നോയുടെ വെബ്സൈറ്റ് ഉണ്ട്, ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഈ ഒരു നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അതിനുള്ള ടൈം ഒന്നും ഇല്ലെങ്കിൽ ഇൻഫോടെക് പ്രോഗ്രാം വൈസ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇഗ്നോയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസിന്റെയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇഗ്നോയുടെ അസൈൻമെന്റുകളൊക്കെ എന്ന് സബ്മിറ്റ് ചെയ്യണം, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ലഭിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ സെയിം പ്രോഗ്രാം എടുത്തിട്ടുള്ള കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഇൻഫോടെക് നൽകുന്നുണ്ട്. സോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇഗ്നോ സ്റ്റുഡൻസിന് എപ്പോഴാണ് എക്സാമും എഴുതേണ്ടതെന്നും അസൈൻമെന്റുകളൊക്കെ എപ്പോൾ സബ്മിറ്റ് ചെയ്യണം എന്നീ വിവരങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇഗ്നോയിൽ ഒരു വർഷത്തിൽ 2 തവണയാണ് എക്സാംസ് നടക്കാറുള്ളത്. അതിലൊന്ന്
ജൂൺ മാസത്തിലും മറ്റൊന്ന് ഡിസംബർ മാസത്തിലുമാണ്. ഇനി അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സാമിന് ഒരു 1.5 മാസം മുന്നേ ആയിട്ടാണ്. അതായത് ജൂൺ എക്സാമിന്റെ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് മാർച്ച് ഏപ്രിൽ മെയ് ടൈമിലാണ്. ഇനി ഡിസംബർ എക്സാമിന്റെ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരു ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിലൊക്കെ ആയിട്ടാണ്. ഓക്കെ, ഇനി 2026 ഈ ഒരു ജനുവരി സെക്ഷനിൽ അഡ്മിഷൻ എടുത്ത സെമസ്റ്റർ വൈസ് പ്രോഗ്രാം സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ, സെം വൈസ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ MCA, MBA, BBA പിന്നെ MCOM BBA നിങ്ങൾക്ക് സെം വൈസ് ആയിട്ട് എക്സാം ഒക്കെ എഴുതാൻ പറ്റും കേട്ടോ. ഇയർ വൈസ് ആയിട്ട് ഫീ അടയ്ക്കുന്നുണ്ടെങ്കിലും സെം വൈസ് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ മേൽപ്പറഞ്ഞ പ്രോഗ്രാമിന്റെ സെം വൈസ് സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ, ഇപ്പോൾ ഈ ജനുവരി 2026 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം ഈ വരുന്ന കമ്മിങ് ജൂണിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അസൈൻമെന്റുകളെങ്കിലും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ മാർച്ച് ഏപ്രിൽ ടൈമിലാണ്. അതായത് ഇപ്പോൾ ഡേറ്റ് അടുത്ത് കഴിഞ്ഞു, ഒരുപാട് സമയമൊന്നും ഇനിയില്ല. സോ അതിന്റെ എക്സാം അസൈൻമെന്റ് പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്, നമ്മളുടെ ഗ്രൂപ്പ് വഴിയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ മുമ്പ് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി 2026 ജനുവരി സെക്ഷനിൽ ഇയർ വൈസ് പ്രോഗ്രാമിനാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ, ഇയർ വൈസ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, MA സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഇതൊക്കെ ഇയർ വൈസ് പ്രോഗ്രാംസ് ആണ്. ഇയർ വൈസിനാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ അഡ്മിഷൻ എടുത്ത് ഓരോ വർഷം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് എക്സാം അസൈൻമെന്റ് ഒക്കെ വരുന്നത്. അതായത് ഈ 2026 ജനുവരി സെക്ഷനിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ എക്സാം 2026 ഡിസംബർ മാസത്തിലാണ്. അസൈൻമെന്റുകൾ വെക്കേണ്ടത് 2026 ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിലായിട്ടാണ്. ഓക്കെ, എക്സാം എഴുതുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ അടയ്ക്കുന്നത് ആ ഒരു പ്രോഗ്രാമിന്റെ ഫീ മാത്രമാണ്. എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് എക്സാം ഫീ അടയ്ക്കണം. ഇത് എക്സാം ഫീ എക്സാമിന് ഒരു 2-3 മാസം മുന്നേ എക്സാം രജിസ്ട്രേഷന്റെ പോർട്ടൽ ഓപ്പൺ ആവും. അപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ അത് അറിയിക്കും കേട്ടോ. അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. രജിസ്ട്രേഷന്റെ പോർട്ടൽ ഓപ്പൺ ആവുന്ന ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യണം, എങ്കിലേ അടുത്തുള്ള സെന്ററിൽ സീറ്റ് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ജൂൺ മാസത്തിലുള്ള എക്സാമിന്റെ രജിസ്ട്രേഷൻ മാർച്ച് ഒരു 10-15 തീയതികളിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആ ടൈമിൽ ഫീസ് അടയ്ക്കണം. ഫീസ് വരുന്നത് ഒരു തിയറി പേപ്പറിന് 200 രൂപ വെച്ചാണ് കേട്ടോ. ഇപ്പോൾ 4 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഒരു സെമ്മിലുള്ളെങ്കിൽ 800 രൂപ ടോട്ടൽ എക്സാം ഫീ വരും. ഈ ഫീ അടച്ച് എക്സാം രജിസ്റ്റർ ചെയ്താലേ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇതിനോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യമാണ് എക്സാം സെന്ററിനെ കുറിച്ച്. ഇഗ്നോ യൂണിവേഴ്സിറ്റി ഒരു നാഷണലൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇഗ്നോയ്ക്ക് എക്സാം സെന്റേഴ്സ് ഉണ്ട്. ഇനി കേരളത്തിൽ പറഞ്ഞാൽ എല്ലാ ജില്ലകളിലും 2-3 സെന്റേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആലപ്പുഴ ജില്ലയിലൊക്കെ ഒരു സെന്ററൊക്കെ വെച്ചാണുള്ളത്. ബാക്കി ജില്ലകളിലൊക്കെ 5-6 സെന്റേഴ്സ് ഒക്കെ ഇഗ്നോയ്ക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ സ്റ്റഡി സെന്ററിലാണ് നിങ്ങൾ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ എക്സാമിന് മുമ്പ്. ഇനി എക്സാം എഴുതേണ്ടത് എക്സാം സെന്ററിലാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്റ്റഡി സെന്റർ തന്നെ എക്സാം സെന്റർ ആയിട്ട് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ അടുത്തുള്ള എക്സാം സെന്റർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഏറ്റവും അടുത്തുള്ള സെന്റർ ചൂസ് ചെയ്ത് അവിടെ പോയി എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇഗ്നോയുടെ ക്ലാസസിനെ കുറിച്ചാണ് കേട്ടോ. ഇഗ്നോ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി സെൽഫ് സ്റ്റഡിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ. അധികം ക്ലാസ്സസ് ഒന്നും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കില്ല. പിന്നെ എക്സാമിന് ഒരു 2 മാസം മുന്നേയൊക്കെ ആയിട്ട് ചില സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ്സുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് അങ്ങനെ ക്ലാസ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് മെയിൽ വരുന്നതാണ്, അവർ നിങ്ങൾ അറിയിക്കുന്നതാണ്. ഓക്കെ, അതങ്ങനെ തിയറി പേപ്പേഴ്സിനൊന്നും സാധാരണ ക്ലാസ്സുകൾ ലഭിക്കാറില്ല. പക്ഷേ പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾക്ക് നിർബന്ധമായിട്ടും എല്ലാ സെന്ററുകളിലും ക്ലാസ്സസ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ BCA MCA പ്രോഗ്രാംസിനൊക്കെ പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് എക്സാമിന് മുമ്പ് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്. പ്രാക്ടിക്കൽ ക്ലാസ് നിങ്ങളുടെ സെന്ററിൽ നിന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർ പറയുന്ന ദിവസങ്ങളിൽ പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫൈൻ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രാക്ടിക്കലിന് ഇത്ര ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, അറ്റൻഡൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു 1-2 ദിവസം ആയിരിക്കും. അത് സെന്ററിൽ നിന്ന് അറിയിക്കുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് അത് ചോദിക്കുക. അപ്പോൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് പോയാലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ, റെക്കോർഡൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ്സിന് പോകണം. ഇനി തിയറി സബ്ജക്റ്റ് വരുന്ന പ്രോഗ്രാംസ് ഉണ്ടല്ലോ, BA ഇംഗ്ലീഷ്, MA സോഷ്യോളജി ഒക്കെ, അവർക്ക് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വയം പഠിച്ചിട്ട് എക്സാം പോയി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിനോടൊപ്പം പറയേണ്ട വേറൊരു കാര്യമാണ്, വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്ന പല കുട്ടികളും ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഈ സെക്ഷനിലാണെങ്കിൽ ഒരുപാട് പേര് അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു ഡൗട്ടാണ്, വിദേശത്ത് ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇഗ്നോയിലെ കോഴ്സ് നമുക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇഗ്നോയിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു എക്സാം ടൈം ഉണ്ടല്ലോ, ഒന്നെങ്കിൽ ജൂൺ മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം ആയിരിക്കും ഇഗ്നോയുടെ എക്സാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിൽ നാട്ടിൽ വന്ന് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. അസൈൻമെന്റ് സ്റ്റുഡന്റ് തന്നെ സബ്മിറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എഴുതിയിട്ട് ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് സ്റ്റഡി സെന്ററിൽ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്താലും മതി. ഈ മാർഗം കറക്റ്റായിട്ട് വിദേശത്തുള്ള ആൾക്ക് ഇഗ്നോയിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി BCO MCO അങ്ങനെയുള്ള ഏതെങ്കിലും പ്രോഗ്രാമിനാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ അത് പ്രാക്ടിക്കൽ ക്ലാസിന്റെ കാര്യം സെന്ററുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്തുക കേട്ടോ. തിയറി പേപ്പേഴ്സിന് ഇഷ്യൂ ഇല്ല. ഫ്രഷ് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് റീ രജിസ്ട്രേഷൻ. എന്താണ് റീ രജിസ്ട്രേഷൻ? നിങ്ങൾ അഡ്മിഷൻ എടുത്ത ടൈമിൽ ഫസ്റ്റ് ഇയറിലെ അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിലെ ഒരു ഫീ മാത്രമായിരിക്കും യൂണിവേഴ്സിറ്റിയിലേക്ക് പേ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അടുത്ത സെമ്മിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഇയറിലേക്ക് ഫീ അടയ്ക്കുന്ന ഒരു പ്രൊസീജിയറാണ് റീ രജിസ്ട്രേഷൻ. അപ്പോൾ ഈ ഒരു റീ രജിസ്ട്രേഷൻ ചെയ്താലേ നിങ്ങൾക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇഗ്നോയിൽ അഡ്മിഷൻ തുടങ്ങുന്ന ഓരോ ഇയറിലും അഡ്മിഷൻ ഉണ്ടല്ലോ, 6 മാസം കൂടുമ്പോൾ അഡ്മിഷൻ ഉണ്ട്. ഈ ഒരു ടൈമിൽ തന്നെയാണ് റീ രജിസ്ട്രേഷൻ്റെയും പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടാവുക. ആ സമയത്ത് നിങ്ങൾക്ക് അടുത്ത സെമ്മിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഇയറിലേക്കുള്ള ഫീ അടച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കോഴ്സ് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. അപ്പോൾ റീ രജിസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും യൂട്യൂബ് ചാനലിലൊക്കെ അറിയിക്കുന്നതാണ്.
ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത ടൈമിൽ കൊടുത്ത സ്റ്റഡി സെൻറ്റർ മാറ്റാൻ പറ്റുമെന്ന് ചില സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. സ്റ്റഡി സെൻറ്റർ മാറ്റാൻ പറ്റും. അഡ്മിഷൻ എടുത്ത ടൈമിൽ നിങ്ങൾക്കൊരു റീജിയണൽ സെൻറ്റർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ കേരളത്തിലാണ് ചൂസ് ചെയ്തെങ്കിൽ ഒന്നെങ്കിൽ RC ട്രിവാൻഡ്രം ആയിരിക്കും, അല്ലെങ്കിൽ കൊച്ചിനായിരിക്കും, വടകര ആയിരിക്കും. ഇതിലേതാണോ RC എടുത്തിട്ടുള്ളത്, റീജിയണൽ സെൻറ്റർ ചൂസ് ചെയ്തിട്ടുള്ളത്, അവിടേക്ക് നിങ്ങളൊരു റിക്വസ്റ്റ് മെയിൽ അയക്കുക കേട്ടോ. എൻ്റെ പേര് ഇതാണ്, എൻറോൾമെൻറ്റ് നമ്പർ ഇതാണ്, എനിക്ക് ഇന്ന സെൻറ്ററിലേക്ക് ചേഞ്ച് ചെയ്ത് കിട്ടണം എന്നുള്ള ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സെൻറ്ററിലേക്ക് ഇഗ്നോ സ്റ്റഡി സെൻറ്റർ ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ മെയിൽ അയക്കുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഇഗ്നോ ID കാർഡൂടെ അറ്റാച്ച് ചെയ്ത് വേണം അയക്കാൻ കേട്ടോ, വെറിഫിക്കേഷൻ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി സെൻറ്ററിൽ വേണം നിങ്ങൾ എപ്പോഴും അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇഗ്നോയിൽ 2026 ജനുവരി സെക്ഷനിൽ ഫ്രഷ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അവരറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അധികം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണെങ്കിൽ ഇതെല്ലാം ആസ്പദമാക്കി മറ്റൊരു വീഡിയോ കൂടെ ചെയ്യുന്നതാണ് കേട്ടോ. അല്ല ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വീഡിയോയിലെ നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.